2004 പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്ന ആ മാറ്റങ്ങളെയൊക്കെ പരിപോഷിക്കത്തക്ക രീതിയിൽ അത് ഇന്ത്യൻ ഇക്കോണമിയെ വളർച്ചയിലേക്ക് നയിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോയി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അസമത്വത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. ആദ്യത്തെ അടി എങ്ങനെയായിരുന്നു? ഒരു പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ട്, അതായത് MGNREGP, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം, ആ നിയമം കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഒരു നിയമമായി കൊണ്ടുവന്നു. ആ നിയമം എന്താണ് പറയുന്നത്? 100 ദിവസം എങ്കിലും അത്യാവശ്യമായിട്ടും ദരിദ്ര കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തിരിക്കണം. അപ്പോൾ തൊഴിൽ ഒരു ജീവനോപാധിയായിട്ട് അംഗീകരിച്ച് അസമത്വം ലഘൂകരിക്കാൻ വേണ്ടി പോഷകാഹാരത്തോടുകൂടി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാൻ ഒരു സാധ്യത ഒരുക്കിക്കൊണ്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനസ്നേഹത്തോടെ, അതായത് ജനക്ഷേമ ഉന്മുഖമായ ഒരു നടപടിയായിരുന്നു, ഒരു നിയമമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി എന്ന രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അന്ന് UPA ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്ന LDFനും അതിനകത്ത് നല്ല റോളുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു മനസ്സോടെ നിന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റും അന്ന് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. പക്ഷെ ഇദ്ദേഹമായിരുന്നു അതിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. അങ്ങനെ ആ നിയമത്തിന്റെ ബലത്തോടെ ഇന്ത്യ കൂടുതൽ, അതായത് ഹ്യൂമൻ ഹങ്കർ ഇൻഡെക്സ് 2000 ഉണ്ടായിരുന്ന ഹങ്കർ ഇൻഡെക്സ് അല്ലായിരുന്നു 2010 ഉണ്ടായിരുന്നത്. 2010 42 ആയിരുന്നു ഹങ്കർ ഇൻഡെക്സ്. അതായത് 2010 ആയപ്പോഴത്തേക്കും അതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഹങ്കർ ഇൻഡെക്സിൽ താഴ്ച വന്നു. വീണ്ടും ഹങ്കർ ഇൻഡെക്സ് കുറയുമായിരുന്നു മൻമോഹൻ സിംഗ് ഒരു ടേം കൂടി പ്രധാനമന്ത്രിയായി വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പൊ എന്താണ്? 2010 42 നിന്നിരുന്ന ഹങ്കർ ഇൻഡെക്സ് ഇപ്പോൾ 111 നിൽക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോ ഇന്ത്യയിലെ ദരിദ്രർ കൂടുതൽ ദരിദ്രരായി, സമ്പന്നർ കൂടുതൽ സമ്പന്നരായി എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒട്ടുമില്ല. ഇത് കണക്കാണ്, ആഗോളതലത്തിലുള്ള കണക്കാണ്. 42ാം റാങ്കിലായിരുന്നു ആഗോള ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 2010. ആ ഇന്ത്യയാണ് ഇപ്പോൾ 111 കൂപ്പുകുത്തുന്ന. 42 നിന്ന് 111 പോകണമെങ്കിൽ എത്ര മോശമായി ഇന്ത്യയുടെ ഇക്വാളിറ്റി, ഇന്ത്യയിലെ സാധാരണ പാവപ്പെട്ടവരിലേക്ക് ഇറ്റിച്ചിറങ്ങി ചെല്ലണം. വികസനം എന്താണ് വേണ്ടത്? വികസനം പാവപ്പെട്ടവരിലേക്ക് ഇറ്റിച്ചിറങ്ങണം. അതാണ് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. പകരം ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വികസനം പാവപ്പെട്ടവരിലേക്ക് ഇറ്റിച്ചിറങ്ങുന്നതിന് പകരം ഷൂട്ടപ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു, ധനികരുടെ പോക്കറ്റ് വലുതാക്കുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് മൻമോഹൻ സിംഗിനെ പോലുള്ളൊരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോഴാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ആ ക്രൗര്യമുഖം നമ്മുടെ ദൃഷ്ടിയിൽ പതിഞ്ഞു പോകുന്നത്. അപ്പൊ മൻമോഹൻ സിംഗ് അങ്ങനെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പാവപ്പെട്ടവരുടെ കൂടെ നിന്നു, അവരെ ചേർത്ത് പിടിച്ചു. അതുപോലെ തന്നെയാണ് 2013 അദ്ദേഹത്തിന്റെ ഭക്ഷ്യസുരക്ഷ ആക്ട്. ആ ഭക്ഷ്യസുരക്ഷ ആക്ടിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? അതായത് ഒരു ആപത് സന്ധി, അതായത് ഭക്ഷണം ലഭ്യമല്ലാത്ത, ഭക്ഷണ ദൗർലഭ്യമുള്ള ഒരു കാലഘട്ടം ഉണ്ടായാൽ അന്ന് താഴെ തട്ടിലെ 68% ജനങ്ങൾക്ക്, അതിദരിദ്രർ തൊട്ട് മുകളിലേക്കുള്ള മിഡിൽ ഇൻകത്തിന്റെയും അപ്പർ മിഡിൽ ഇൻകം വരെ ഉള്ളവർ ചേരും ഈ പറയപ്പെട്ട 68% എന്ന് പറയുമ്പോൾ 68% ജനങ്ങൾക്ക് ഭക്ഷണം അവകാശമാക്കുന്ന നിയമമാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയാം. അതും കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമമാണ്. അപ്പൊ ആ നിയമം എങ്ങനെയാണ് പറയുന്നത്? വെറുതെ ഭക്ഷണം കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് പോഷക ഗുണം നിറഞ്ഞ ആഹാരം. അതിനെന്താണ് പറയുന്നത് ആക്ടില്? അരി, ഗോതമ്പ്, ആട്ട, തീർന്നില്ല 5 തരം പയറുവർഗ്ഗങ്ങൾ, അപ്പോഴാണ് പോഷക ആഹാരമാകുന്നത്. അതുകൂടാതെ അവിടെയും തീരുന്നില്ല, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, ഇത്രയും ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഭക്ഷ്യ കിറ്റ്, ഭക്ഷ്യ സെക്യൂരിറ്റി ആണ് ഈ ഭക്ഷ്യസുരക്ഷാ ആക്ട് നിർദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഓർത്തു പോകേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഭക്ഷ്യസുരക്ഷാ ആക്ട് ഇല്ലായിരുന്നുവെങ്കിൽ 2019-20 കോവിഡ് കാലത്ത്
എന്താകുമായിരുന്നു ഇന്ത്യയിലെ സ്ഥിതി നാം ഓർക്കണം. അന്ന് 2019-20 ഒന്നാം ജനസംഖ്യ ചൈനയുടേതായിരുന്നു. പക്ഷെ ഇപ്പോ ഒന്നാം ജനസംഖ്യ 2023 മുതൽ ഇന്ത്യയാണ് ലോകത്തെ ഒന്നാം ജനസംഖ്യ, 135 കോടിയിലധികം ജനങ്ങളോടെ. അപ്പൊ ഈ ഏകദേശം 132 കോടിയൊക്കെ ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ ഭക്ഷ്യസുരക്ഷാ ആക്ട് അപ്പൊ എന്താ അത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു വന്ന മോദി ഗവൺമെന്റ്, അതായത് ഒരു ഗവൺമെന്റിനെ ഇഷ്ടപ്രകാരം നിർത്തലാക്കാവുന്ന ഒരു നിയമമല്ല അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്. അത് പിന്നെ പാർലമെന്റിൽ കൊണ്ടുവന്നൊക്കെ വേണം, വളരെ കഷ്ടപ്പെട്ട് വേണം അതിനെ ഇല്ലാതെയാക്കാൻ. പക്ഷെ അതിനെ ഇല്ലാതെയാക്കുമ്പോൾ ജനരോഷം കത്തുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ നിയമം നിലവിൽ നിൽക്കെയാണ് COVID-19 വരുന്നത്. അപ്പൊ COVID-19 വന്നപ്പോൾ എന്താ സംഭവിച്ചത്? സത്യത്തിൽ ഈ പറയപ്പെട്ട ഭക്ഷ്യസുരക്ഷ എങ്ങനെ നേടിയെടുത്തു എന്നറിയണമെങ്കിൽ 1966 മുതലുള്ള ആ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതിൻ്റെ ബലത്തോടുകൂടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി കളക്ട് ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും അങ്ങനെയുള്ള ഈ ഭക്ഷ്യസുരക്ഷാ ആക്ടിൽ പറയുന്ന ഉൽപ്പന്നങ്ങളൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ എത്തിച്ചതിന്റെ ഫലമായിട്ടാണ് കോവിഡ് കാലത്തെ മരണസംഖ്യ അത്രയെങ്കിലും കുറഞ്ഞത് എന്ന് പറയുമ്പോൾ വലിയ തോതില് മരണമുണ്ടായി. ഇവിടെ അന്ന് ഗവൺമെന്റ് പറഞ്ഞത്, ആദ്യത്തെ പാർലമെന്റിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 5 ലക്ഷത്തിൽ താഴെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അമേരിക്കൻ പഠന കേന്ദ്രങ്ങളും അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ ശരിവെച്ച പഠനം എന്തായിരുന്നു? 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയിൽ മരണം ഇന്ത്യയിൽ ഉണ്ടായി എന്നായിരുന്നു. കേരളത്തിൽ തന്നെ 7000 പേരെ മരിച്ചുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നു. പക്ഷെ ഈ പഠനങ്ങൾ തെളിയിച്ചു 25,000 പേര് അന്ന് തന്നെ മരിച്ചിരുന്നു എന്ന്. അവസാനം 73,000 അതിനെ കൊണ്ടെത്തിച്ചു എന്നത് നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി ഈ മരണം ഇത്ര കുറഞ്ഞു നിന്നത് എന്തുകൊണ്ട്? ഈ ഭക്ഷ്യസുരക്ഷ ആക്ട് കൊണ്ട്. ആരോടാണ് നാം നന്ദി പറയേണ്ടത്? ഡോക്ടർ മൻമോഹൻ സിംഗിനോടാണ് ഈ ഭക്ഷ്യസുരക്ഷ ആക്ടിന്റെ കാര്യത്തിലും നാം നന്ദി പറയേണ്ടത്. അപ്പോൾ മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യവും കൂടി ഓർക്കണം. അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട എല്ലാ മെമ്പേഴ്സും ഉറച്ചു നിന്നു. ഉദാഹരണത്തിന് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സോണിയാഗാന്ധി അമേരിക്കയിലേക്ക് പോകണമായിരുന്നു. പക്ഷേ ഈ ഭക്ഷ്യസുരക്ഷാ ആക്ട് പാസ്സായതിനു ശേഷമേ ഞാൻ പോകുന്നുള്ളൂ എന്ന് വാശി പിടിച്ച് അവരുടെ രോഗം വലിയ മൂർധന്യാവസ്ഥയിൽ എത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്നാണ് ആ സമയത്ത് ആ സർക്കിളിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അത്ര ആത്മാർത്ഥതയോടുകൂടി മൻമോഹൻ സിംഗ് ആഗ്രഹിച്ച ആ ഭക്ഷ്യസുരക്ഷാ ആക്ടിനെ സപ്പോർട്ട് ചെയ്ത് അത് നടപ്പിലാക്കി കാണാൻ ആഗ്രഹിച്ച സോണിയാഗാന്ധിയെ പലരും, സോണിയാഗാന്ധിയുടെ ഇഷ്ടപ്രകാരമാണ് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നത്. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രധാനമന്ത്രിയാകാമായിരുന്നു, അവർ പ്രധാനമന്ത്രി ആയില്ല. അപ്പൊ അവര് അങ്ങനെ അധികാരം കാക്ഷിക്കുന്ന ഒരു സ്ത്രീ അല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുമാകട്ടെ, ഏതായാലും മൻമോഹൻ സിംഗിന് കിട്ടിയ ആ 2 ടേമും അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ചു. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായി വളരുന്നതാണ് നാം കണ്ടത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നടന്ന അഴിമതികളോ, അദ്ദേഹത്തെ അഴിമതിക്കാരനായി ആരും കാണുന്നില്ല. ശുദ്ധമായ കരങ്ങളോടെ കടന്നു വന്നു. അതുപോലെ ശുദ്ധമായ കരങ്ങളോടെ കടന്നുപോയ മാന്യദേഹമായിരുന്നു പ്രധാനമന്ത്രി എന്ന പദവിയിൽ നിന്ന് ഒഴിയുമ്പോഴും അദ്ദേഹം. അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം ഡോക്ടർ മൻമോഹൻ സിംഗ് കറപുരളാത്ത വ്യക്തിത്വമായിരുന്നു എങ്കില് മറ്റു പല രാഷ്ട്രീയക്കാരും കളങ്കം മാത്രം മൂർത്തി ഭവിച്ചവരാണെന്ന് നമുക്കറിയാം. ഞാൻ അത്തരം രാഷ്ട്രീയക്കാരുടെ പേര് അന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ചിലരുടെ പേരും മുഖവും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് മൻമോഹൻ സിംഗിനോടുള്ള ബഹുമാനാർത്ഥം ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നില്ല. കാരണം മൻമോഹൻ സിംഗ് പുറത്തു പറയാൻ മടിച്ച പേരുകൾ എന്തുകൊണ്ട് ഞാനായിട്ട് പുറത്തു പറയണം? അത് തന്നെയുമല്ല, ഇന്ത്യയിലെ ബുദ്ധികൂർമ്മതയുള്ള മനുഷ്യർക്ക് അവരെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. എന്തായാലും നമ്മുടെ നാട് അദ്ദേഹത്തോട് വിട പറയുമ്പോൾ ഈ നാടിനെ ഈ തരത്തിലാക്കിയെടുക്കാൻ, ഇവിടുത്തെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ആത്മാർത്ഥമായ അർപ്പണബുദ്ധിയോടുകൂടിയുള്ള
കർമ്മനിരതമായ അദ്ദേഹത്തിൻ്റെ സേവനകാലം നമുക്ക് മനസ്സിൽ സ്മരിക്കാം. നമ്മുടെയൊക്കെ ആദരവും അഭിവാദ്യങ്ങളും അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ്, അതായത് നിങ്ങൾ എന്നെ ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ചരിത്രം എന്നെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തു എന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കൃത്യമായി നടപ്പിലാകുന്നു. അദ്ദേഹത്തെ ഇന്ത്യക്കാരായ ജനം മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് എന്ന് അദ്ദേഹം അറിയട്ടെ. അദ്ദേഹം അന്നദാതാവായിട്ടാണ് ഇന്ത്യയിൽ വാണത്. അദ്ദേഹം സാധാരണക്കാരുടെ പ്രധാനമന്ത്രിയായിട്ടാണ് ഇന്ത്യയിൽ വാണത്. അദ്ദേഹം യഥാർത്ഥത്തിൽ സെക്യുലറായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എളിയ ദാസനായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന ഒരു എളിയ ദാസനായിരുന്നു. എങ്ങനെ ഒന്നുമില്ലാത്ത കരങ്ങളോടെ പക്ഷേ ബുദ്ധികൂർമ്മതയോടെ തൻ്റെ ഭരണത്തിലേക്ക് അദ്ദേഹം വന്നു, അതേ ബുദ്ധികൂർമ്മതയോടെ അധികം സംസാരിച്ച് രംഗം വഷളാക്കാതെ വെറും കൈകളോടെ അദ്ദേഹം തിരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് 100 പ്രണാമങ്ങൾ.